നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഒരു നഗരം സങ്കല്പിക്കൂ. വിപുലമായ റോഡുകൾ, നൂറുകണക്കിന് ആകാശചുംബികൾ, ആധുനിക ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ, സ്കൂളുകൾ എല്ലാം ഉള്ള ഒരു വൻ നഗരം. പക്ഷേ ഒരു കാര്യം മാത്രം അവിടെയില്ല: ആളുകൾ. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ നഗരങ്ങളിലൊന്നായ ചൈനയുടെ ഗോസ്റ്റ് സിറ്റീസ് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. എന്താണ് ഗോസ്റ്റ് സിറ്റി അഥവാ പ്രേത നഗരങ്ങൾ? പേരുപോലെ തന്നെ ആളുകൾ വളരെ കുറവുള്ളതോ ഏതാണ്ട് ഇല്ലാത്തതോ ആയ നഗരങ്ങളെയാണ് ഗോസ്റ്റ് സിറ്റി എന്ന് വിളിക്കുന്നത്. ചൈനയിൽ കഴിഞ്ഞ 25 വർഷമായി അതിവേഗ നഗരവൽക്കരണം നടന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറി. ഇതോടെ ഭാവിയിൽ കൂടുതൽ ആളുകൾ നഗരങ്ങളിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ വൻതോതിൽ പുതിയ നഗരങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വലിയ നിക്ഷേപങ്ങൾ നടത്തി നഗരങ്ങൾ ഉയർന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും പ്രതീക്ഷിച്ചത്ര ആളുകൾ എത്തിയില്ല. ഫലമോ ആളുകളില്ലാത്ത കെട്ടിടങ്ങളും ശൂന്യമായ ഫ്ലാറ്റുകളും. ഓർഡോസ് കാങ്ബാഷി ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ ഗോസ്റ്റ് സിറ്റിയുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്. വിശാലമായ റോഡുകളുണ്ട്, ആധുനിക കെട്ടിടങ്ങളാണ് ഉള്ളത്, വലിയ പൊതു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ താമസക്കാർ വളരെ 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 കുറവ്. ലോകമാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. 3 ലക്ഷം പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഈ നഗരത്തിൽ വളരെ പേരിൽ എണ്ണാവുന്ന കുറച്ചു പേർ മാത്രമാണ് താമസിക്കുന്നത്. 2000-ന്റെ തുടക്കത്തിൽ വലിയ വികസന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ നഗരം. ആധുനികമായ ആകാശഗോപുരങ്ങൾ, വലിയ മാളുകൾ, സ്റ്റേഡിയങ്ങൾ ഇവയെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ താമസക്കാരുടെ എണ്ണം വളരെ കുറവ്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്ന ഈ നഗരം ചൈനയിലെ ഗോസ്റ്റ് സിറ്റികളുടെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. വേറൊന്നാണ് ഫെങ്ഡു ഗോസ്റ്റ് സിറ്റി. ഏകദേശം 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നഗരം യാങ്സി നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ നഗരമാണിത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചൈനീസ് പുരാണങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും ശില്പങ്ങളും നിറഞ്ഞതാണ് ഈ സിറ്റി. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ചൈനയിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര കേന്ദ്രം കൂടിയാണ് ഇത്. നരകത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗോസ്റ്റ് ഗേറ്റ് പാസ്, പാപങ്ങൾ അളക്കുന്ന നൈഹെ പാലം, മരിച്ചവരുടെ ആത്മാക്കൾ വീട്ടുകാരെ അവസാനമായി നോക്കുന്ന വാങ്ഷിയാങ് ടെറസ്, അതുപോലെ തന്നെ അസുരന്മാരുടെയും നരകയാതനകളുടെയും ഭയാനകമായ പ്രതിമകളും ശില്പങ്ങളും ഇതെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഇവിടെയും ആൾക്കാർ വളരെ കുറവാണ്. ഇതുപോലെ വിനോദസഞ്ചാരത്തിനെത്തുന്നവർ മാത്രമാണ് അവിടെയുള്ളത്. താമസിക്കാൻ ആൾക്കാരില്ല. യുജിയാപ്പു ചൈനയിലെ ടിയാൻജിൻ നഗരത്തിലെ ബിൻഹായ് പുതിയ സാമ്പത്തിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ബിസിനസ് ജില്ലയാണ് യുജിയാപ്പു. ന്യൂയോർക്കിലെ മാൻഹട്ടന് സമാനമായി വിഭാവനം ചെയ്ത ഈ പ്രദേശം കോടിക്കണക്കിന് ഡോളർ മുടക്കി നിർമ്മിച്ചതാണ്. പക്ഷേ ആളനക്കമില്ലാത്ത ഗോസ്റ്റ് സിറ്റി എന്ന നിലയിലാണ് ആഗോളതലത്തിൽ ഇപ്പോൾ കുപ്രസിദ്ധി നേടിയിരിക്കുന്നത് ഈ നഗരം. ബീജിംഗിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററും ടിയാൻജിൻ നഗരമധ്യത്തിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രവും അകലെയാണ് ഹായ് നദിക്കരയിലാണ് ഈ യുജിയാപ്പു എന്നുള്ള സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 2008-ൽ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഈ പ്രദേശത്ത് ചൈനയുടെ സ്വന്തം വാൾ സ്ട്രീറ്റ് പണിയുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിക്ഷേപം 200 ബില്യൺ യുവാൻ, അതായത് ഏകദേശം $32 ബില്യൺ. അത്രയും രൂപ ചെലവഴിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റാനാണ് പദ്ധതി ഇട്ടിരുന്നത്. നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പടുകൂറ്റൻ സ്കൈ സ്ക്രാപ്പറുകളും മാളുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇവിടെ പണിതിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിന് ബിസിനസ്സുകളോ താമസക്കാരോ ഇല്ലാത്തതിനാൽ ഇവയെ ഭൂരിഭാഗവും ഒഴിഞ്ഞു കിടക്കുകയാണ്. സ്കെലിട്ടൺ മാത്രമായി മാറിയിരിക്കുന്നു. ഇങ്ങനെ 10-ലധികം പ്രേത നഗരങ്ങളാണ് ചൈനയിലുള്ളത്. എന്നാൽ ചോദ്യം ഇതാണ്: ഇത്രയും വലിയ പദ്ധതികൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വമ്പൻ നഗരങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് അവിടെ ആൾതാമസമില്ല? പല കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമായിട്ടാണ് ഇവയെല്ലാം ഉണ്ടായത്. ചൈനയിൽ വീടുകൾ താമസിക്കാൻ മാത്രമല്ല നിക്ഷേപമായും ആളുകൾ വാങ്ങി. പലരും ഒന്നിലധികം ഫ്ലാറ്റുകൾ വാങ്ങി. പക്ഷെ അവയിലൊന്നും താമസിച്ചില്ല. അങ്ങനെ ആയിരക്കണക്കിന് ഫ്ലാറ്റുകൾ ശൂന്യമായി കിടന്നു. വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റുകൾ വാങ്ങിയത്. പക്ഷേ വാടകയ്ക്ക് എടുക്കാൻ ആളില്ല. രണ്ടാമതായി പ്രാദേശിക സർക്കാരുകളുടെ സാമ്പത്തിക മോഡൽ. ഭൂമി വിറ്റ് വരുമാനം കണ്ടെത്തുന്ന രീതിയായിരുന്നു പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകി.
ആ നിർമ്മാണ പദ്ധതികളെല്ലാം തന്നെ തീർന്നു. പക്ഷേ അവിടെയൊന്നും അതിനുള്ള അനുസരിച്ച് ബിസിനസ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. മൂന്നാമതായി, ജനസംഖ്യാ വളർച്ചയുടെ വേഗം കുറഞ്ഞു. പുതിയ നഗരങ്ങളിലേക്ക് പ്രതീക്ഷിച്ചത്ര ആളുകൾ എത്തിയില്ല. കാരണം ഈ നഗരങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവരുടെ പ്രതീക്ഷ, ഇവിടെയൊക്കെ ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ അടിച്ചു കയറുമെന്നായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചത്ര ആളുകളൊന്നും തന്നെ ഈ നഗരങ്ങളിൽ താമസിക്കാൻ എത്തിയില്ല. ഇതോടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും താമസക്കാർ ഇല്ലാത്ത അവസ്ഥയായി. പിന്നീട് മറ്റൊരു വലിയ പ്രശ്നമുണ്ടായി. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കടബാധ്യതയിൽ മുങ്ങിത്തുടങ്ങി. ലോക പ്രശസ്ത നിർമ്മാണ കമ്പനികളിൽ ചിലത് സാമ്പത്തിക പ്രതിസന്ധിയിലായി. ചില പദ്ധതികൾ പാതി വഴിയിൽ നിലച്ചു. ഇത് ചൈനയുടെ സാമ്പത്തിക മേഖലയെ സാരമായി തന്നെ ബാധിച്ചു. എന്നാൽ ഗോസ്റ്റ് സിറ്റീസ് മുഴുവനായും പരാജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില നഗരങ്ങളിൽ പിന്നീട് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നുണ്ട്. ആളുകൾ കുറേശ്ശെ നഗരങ്ങളിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നൊരു കാലത്ത് ഗോസ്റ്റ് സിറ്റി എന്ന് വിളിച്ച ചില പ്രദേശങ്ങൾ സജീവ നഗരങ്ങളായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഗോസ്റ്റ് സിറ്റീസും സ്ഥിരമായി ശൂന്യമായിരിക്കുമെന്ന് പറയാനാവില്ല. ഭാവിയിൽ ഒരുപക്ഷെ ഇവിടെയെല്ലാം ആളുകൾ വന്ന് താമസം ഉറപ്പിച്ചേക്കാം. എന്തായാലും വരാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ഈ ഗോസ്റ്റ് സിറ്റീസിൽ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളതിലധികം നിർമ്മാണം നടന്നാൽ എന്ത് സംഭവിക്കും? സാമ്പത്തിക വളർച്ച കടം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ എന്ത് അപകടങ്ങളുണ്ടാകും? ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തമ ഉദാഹരണമാണ് ഗോസ്റ്റ് സിറ്റീസ്. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ചൈനയുടെ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വശത്ത് അതിശയകരമായ വികസനം, മറ്റൊരു വശത്ത് ശൂന്യമായ കെട്ടിടങ്ങൾ. ഇതാണ് ചൈനയുടെ ഗോസ്റ്റ് സിറ്റീസ് എന്ന വിചിത്ര കഥ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിലുള്ള നഗരങ്ങൾ ഭാവിയിൽ നിറഞ്ഞു പോകുമോ, അതോ വീണ്ടും ഇവ ഗോസ്റ്റ് സിറ്റീസായി തന്നെ നിലനിൽക്കുമോ? വീണ്ടും കുറേ പ്രദേശങ്ങൾ വീണ്ടും ഗോസ്റ്റ് സിറ്റിയായി മാറുമോ? അല്ലെങ്കിൽ ഇവ ചൈനയുടെ സാമ്പത്തിക മുന്നറിയിപ്പായി തുടരുമോ? കമൻറ്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കഥകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.